സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും. നമ്മൾ മാന്ത്രികം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നേക്ക് 17 ദിവസമായി അല്ലേ? നിങ്ങൾക്ക് എവിടുന്നെങ്കിലും കാശ് കിട്ടാനുണ്ടോ? കുറേ കാലമായിട്ട് കിട്ടാതിരിക്കുന്നത്. നമ്മൾ കുറേ പ്രാവശ്യം ചോദിച്ചു നോക്കി, കുറേശ്ശെ തന്നു, എന്നാലും മുടങ്ങി കിടക്കുകയാണ്. അങ്ങനെ എവിടുന്നെങ്കിലുമൊക്കെ നമുക്കത് തിരിച്ചു കിട്ടണ്ടേ, തിരിച്ചു വാങ്ങണ്ടേ? അതിന് ഒരേ ഒരു സൂത്രമേ ഉള്ളൂ, അതാണ് കൃതജ്ഞത. ഇന്ന് നമ്മൾ അതിനാണ് കൃതജ്ഞത രേഖപ്പെടുത്താൻ പോകുന്നത്. ഇത് ഞാൻ പരീക്ഷിച്ചിട്ട് എനിക്ക് ഓക്കെ ആയതാണ്. എനിക്കൊരു 75,000 രൂപ കിട്ടാനുണ്ടായിട്ട് ഞാൻ എഴുതി, അതുപോലെ പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്കതെൻ്റെ അക്കൗണ്ടിൽ വന്നു. സത്യമാണത്. നമ്മൾ അതിനെയാണ് പ്രകൃതിയിൽ നിന്ന് ആകർഷിച്ചെടുക്കുക എന്ന് പറയുന്നത്. അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പണത്തെക്കുറിച്ചുള്ള എല്ലാ മോശവിചാരം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടെന്ന്, അതായത് ആദി, ആശങ്ക, ഇല്ലായ്മ, ഇതേക്കുറിച്ചൊക്കെ നമ്മൾ എപ്പോഴും സംസാരിക്കില്ലേ? അത് നമ്മളെ പണത്തിൽ നിന്ന് അകറ്റും. ജീവിതത്തിൽ പണത്തിന്റെ അളവിനെ കുറയ്ക്കും. പണത്തെക്കുറിച്ച് മോശമായി ചിന്തിക്കുമ്പോഴൊക്കെ നിങ്ങൾ അത് കുറച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അസൂയ, നിരാശ, വിഷമം, ഭയം പോലുള്ള വികാരങ്ങൾ പണത്തെ പറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ പണം കൂടുതലായി നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ആകർഷണ നിയമപ്രകാരമുള്ള ഒരേ കാര്യങ്ങളാണ് ആകർഷിക്കപ്പെടുക. നമ്മളത് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഉള്ളിൽ എന്താണോ ആശങ്ക ആദ്യം ഉള്ളത്, അത് തന്നെയാണ് നമ്മൾ ആകർഷിക്കപ്പെടുക, നമ്മൾ അതാണ് അനുഭവിക്കുകയും ചെയ്യുക. ആവശ്യത്തിന് പണമില്ലെന്ന് കരുതി നിങ്ങൾ നിരാശപ്പെടുകയാണെങ്കിൽ ആവശ്യത്തിന് പണമില്ലാത്ത സാഹചര്യങ്ങൾ കൂടുതലായി നിങ്ങളിലേക്ക് എത്തും. നിങ്ങൾ പണത്തെ ഓർത്ത് വിഷമിക്കുകയാണെങ്കിൽ അത്തരം വിഷമകരമായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതലുണ്ടാവും. പണമില്ലാത്ത അവസ്ഥയെ ഭയന്നാൽ പണത്തെ പറ്റി ഭയന്നുകൊണ്ടിരിക്കുന്ന കൂടുതൽ സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് ഉണ്ടാവും. ഇത് സത്യമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? എത്ര പ്രയാസമുള്ള അവസ്ഥയാണെങ്കിലും നമുക്ക് കിട്ടാനുള്ള അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായ ആ പണത്തിന് നന്ദി പറയുക. ആത്മവിശ്വാസത്തോടെ ഇരിക്കുക, ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുക. പണമില്ലാത്ത ഏതെങ്കിലും അവസ്ഥ നിലവിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കൃതജ്ഞതയാണ് അതിനുള്ള ഉറപ്പായ പോംവഴി. നിങ്ങൾ പണത്തെ പറ്റി ഒരേ സമയം കൃതജ്ഞതയോടെയും നിരാശയോടെയും ചിന്തിക്കാനാവില്ല. അതുകൊണ്ട് പണത്തിനോട് കൃതജ്ഞതയും ഭയവും ഒരേ സമയവും സാധ്യമല്ല. നിങ്ങൾ പണത്തിനോട് കൃതജ്ഞതയോടെ ഇരിക്കുമ്പോൾ പണത്തെ നിങ്ങളിൽ നിന്ന് അകറ്റുന്ന നിഷേധാത്മകമായ ചിന്തകളും വികാരങ്ങൾ നിങ്ങൾ നിർത്തും. നിങ്ങളിലേക്ക് കൂടുതൽ പണം കൊണ്ടുവരുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങനെ കിട്ടാനുള്ള പണം നമ്മൾ തിരിച്ചെടുക്കാൻ പോവുകയാണ്. എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ കയ്യിൽ ചെക്കുണ്ടോ? ഉണ്ടെങ്കിൽ ആ ചെക്ക് നിങ്ങളെ പേരിൽ തന്നെ ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് എഴുതി വെക്കുക. അതല്ലെങ്കിൽ ഒരു ബുക്കിൽ എഴുതി വെക്കുക. ചെക്ക് പോലെ വെറുതെ ഡേറ്റ് ഇടുക, നിങ്ങളുടെ പേര് എഴുതുക, എമൗണ്ട് എഴുതുക, സൈൻ ചെയ്യുക. എന്നിട്ട് ആ ചെക്ക് കയ്യിൽ പിടിച്ചിട്ട് ആ ചെക്ക് നിങ്ങൾ പൂരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞതായിട്ട് സങ്കല്പിക്കുന്നു. അതുപയോഗിച്ച് നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നേടിയതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ ഒരു ഡ്രസ്സ് വാങ്ങിച്ചതാണോ, ആ ഡ്രസ്സ് ഇട്ട് നോക്കിയത് നന്നായിട്ട് ചേരുന്നത്, ഒരു ജോഡി ഷൂ വാങ്ങിയതാണോ അത് ഇട്ട് നോക്കിയത്, അതല്ലെങ്കിൽ നിങ്ങൾ എന്തിനെങ്കിലും വീട് പണിക്ക് ഉപയോഗിച്ചതാണോ, എന്താണോ നിങ്ങൾ ആ പണം കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നടന്നതായിട്ട് സങ്കല്പിച്ച് അതിന് നന്ദി പറയുക എന്നുള്ളതാണ്. എന്നിട്ട് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ആ ചെക്ക് കയ്യിലെടുത്ത് അതിന് നന്ദി പറയാൻ. ഇനിയിപ്പോൾ 3 ദിവസമല്ല, എത്ര ദിവസം വേണമെങ്കിലും നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്യാം. ഞാനിത് പ്രാക്ടീസ് ചെയ്ത ഒരാളാണ്. എനിക്ക് നല്ല അതിൻ്റെ റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമുക്ക് കിട്ടാനുള്ള പണത്തിൻ്റെ ചെക്ക് നമ്മൾ സ്വയം എഴുതി വെക്കുന്നു. ആ തുക കയ്യിൽ കിട്ടിയതായിട്ട് സങ്കല്പിക്കുന്നു, അതിന് നന്ദി പറയുന്നു. അത് നമ്മൾ എങ്ങനെയാണോ വിനിയോഗിക്കുന്നത് അത് നമ്മൾ ഭാവനയിൽ കണ്ട് നന്ദി പറയുന്നു. ഇന്ന് കിട്ടിയ 10 അനുഗ്രഹങ്ങൾ എഴുതുന്നു. ചെക്ക് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് നമ്മൾ ആ പണത്തിന് നന്ദി പറയുന്നു. മാന്ത്രിക കല്ലെടുത്ത് മുന്നത്തെ 3 കാര്യത്തിന് നന്ദി പറയുന്നു. സിമ്പിളാണ് ഇന്നത്തെ കാര്യം. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് വലിയ നഷ്ടമൊന്നുമില്ലല്ലോ. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഇതൊരു ചേഞ്ച് ആയിരിക്കും. ലവ് യു ഓൾ. അടുത്തൊരു എപ്പിസോഡായിട്ട് കാണാം. ഇത് നമ്മൾ 17ാമത്തെ ദിവസമാണ്. 18ാമത്തെ ദിവസം ഞാൻ എന്നും പറയും പോലെയല്ല, നമ്മളെല്ലാറ്റിലും മാന്ത്രികത നിറയ്ക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങളിത് 28 ദിവസം പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ലൊരു ചേഞ്ച് നമ്മുടെയൊക്കെ ലൈഫിൽ ഉണ്ടാവും, ഉറപ്പാണ്. ലവ് യു ഓൾ.